കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പാലോട്ടുകാവിലാണ് ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ആൽമരം കാണാം. ഉത്തര കേരളത്തിലെ പല മഹാക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ അഴീക്കോട് ശ്രീ പാലോട്ടുകാവ്. ഈ ഒരു മഹാക്ഷേത്രത്തിന് ഏകദേശം 1500-ൽ പരം കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മേടം 1 മുതൽ 8 വരെയാണ് ഉത്സവം നടത്തുന്നത്. ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നെല്ലൂത്തിപ്പൊതിയുടെ തെയ്യം കഴിഞ്ഞ് മുടിയഴിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിറങ്ങാനുള്ള കുറത്തേമ്മയുടെ തയ്യാറെടുപ്പൊക്കെയായിരുന്നു അവിടെ. 7 ദിവസങ്ങളിലായിട്ട് ഒരുപാട് തെയ്യങ്ങൾ ഇറങ്ങിയ കാവാണിത്. പണ്ട് വേദങ്ങളെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണു ഹയഗ്രീവൻ എന്ന അസുരനെ വധിക്കുകയും പിന്നീട് മത്സ്യമായി തിരുവവതാരം ചെയ്ത കഥയുമായി ബന്ധമുള്ള ക്ഷേത്രമാണിത്. അഴീക്കോട് തറയിലെ രാജകഴകമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ സ്ഥാനം. ഈ ഒരു അഴീക്കോട് തറയിലെ മറ്റു കാവുകളിൽ അതാത് ക്ഷേത്രാചാര പ്രകാരം സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് പാലോട്ട് ദൈവത്താരീശ്വരന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി സ്ഥാനം ഏൽക്കണമെന്ന പതിവുണ്ട്. അതുപോലെ തെക്കുംപാട്, കീച്ചേരി, മല്ലിയോട്ട്, അതിയടം എന്നീ പാലോട്ടുകാവുകളുടെ ആരുടെ സ്ഥാനം കൂടിയാണ് അഴീക്കോട് ശ്രീ പാലോട്ടുകാവ്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരുപാട് യാഗങ്ങൾ നടന്ന പുണ്യഭൂമിയായിട്ടാണ് പണ്ഡിതാചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അഴീക്കോട് ശ്രീ പാലോട്ടുകാവിലെ വിഷു മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്നലെ ഗംഭീര സദ്യയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അന്നദാനം മഹാദാനം, ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് അന്നദാനം. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി അന്നദാനം നൽകിയെങ്കിലും സമാപന ദിവസമായ ഇന്നലെ 3000-ൽ പരം ആളുകൾക്ക് സമൃദ്ധമായ സദ്യയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഉപ്പേരി തൊട്ട് 2 തരത്തിലുള്ള പായസവും പഴമൊക്കെ ആയിട്ടുള്ള ഗംഭീരമായ സദ്യ. ഈ ഒരു അഴീക്കോട് ശ്രീ പാലോട്ടുകാവിൽ വന്ന എല്ലാ ഭക്തരുടെയും മനസ്സും വയറും നിറഞ്ഞു. ഇനി അടുത്ത വർഷത്തെ